അധ്യാപകർ എന്നത് നമ്മുടെ ദൈവതുല്യരായി ജീവിതത്തിൽ കടന്നു വരുന്ന വ്യക്തികളാണ്. ചിലരൊക്കെ ബഹുമാനിച്ച് നമ്മൾ നമ്മുടെ അമ്മയായി കാണും. ചിലരൊക്കെ ടീച്ചറുടെ ഒരു സ്വാതന്ത്ര്യം മാത്രമേ ഉണ്ടാകൂ. എന്നാൽ കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്ന നിലയിൽ ശരിക്കും പറഞ്ഞാൽ അവരെ എല്ലാവരെയും ഏറ്റെടുക്കാനും അവരുടെ ഹൃദയം വളരെയധികം സാധുക്കളുമായിരിക്കും എന്ന് പറയുന്നു. നഴ്സറി ക്ലാസുകളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് നിത്യവും ഓഡിയോ മെസ്സേജുകൾ അയക്കാൻ കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപിക റീഷ ഇനി ഓർമ്മകളിലേക്ക് മായുന്നു എന്നതാണ് മട്ടന്നൂർ നിന്ന് വരുന്ന വാർത്ത. ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് സ്കൂട്ടർ യാത്രയിൽ മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠ സ്കൂളിലെ UKG ക്ലാസ് ടീച്ചർ കെ റിഷ ബസ് അപകടത്തിൽ മരിച്ചു. അധ്യാപികയുടെ ഇരട്ടകളായ 2 പെൺമക്കളും ഇതേ സ്കൂളിൽ വിദ്യാർത്ഥികളാണ്. കുട്ടികൾ സ്കൂൾ ബസ്സിലും റീഷ ഭർത്താവ് സുധീഷിനൊപ്പം സ്കൂട്ടറിലുമാണ് ഇന്നലെ സ്കൂളിലേക്ക് പുറപ്പെട്ടത്. വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപികയാവുക എന്നത് വളരെ എളുപ്പമായിരിക്കാം. എന്നാൽ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ട അധ്യാപിക ആവുക എന്നത് വളരെയധികം തന്നെ പ്രയാസമാണ്. എന്തെങ്കിലും കുറ്റവും കുറവും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയല്ല റീഷ. അവിടെയുള്ള എല്ലാ മാതാപിതാക്കളുടെയും ഒരു സുഹൃത്തു കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ റീഷ എന്നാണ് പറയുന്നത്. മട്ടന്നൂർ ടൗണിൽ ശിവപുരം റോഡിലേക്ക് തിരിയുന്നിടത്താണ് അമിത വേഗത്തിൽ വന്ന ബസ് സ്കൂട്ടറിൽ ഇടിച്ചത്. റീഷ ബസ്സിനടിയിലേക്കും സുധീഷ് എതിർവശത്തേക്കും തെറിച്ച് വീഴുകയായിരുന്നു. ബസ്സിൻ്റെ പിൻചക്രം റീഷയുടെ ദേഹത്ത് കയറി. ടീച്ചറുടെ വേർപാട് ഉൾക്കൊള്ളാനാകാതെ സ്കൂളിൽ ഇന്നലെ തേങ്ങൽ ഉയർന്നു. മരണവിവരം അറിഞ്ഞ് സ്കൂളിന് അവധി നൽകിയപ്പോൾ അമ്മ എവിടെയെന്ന് ചോദിച്ചു കരയുന്ന ഇരട്ടക്കുട്ടികളെ സാന്ത്വനിപ്പിക്കാൻ മറ്റ് ടീച്ചർമാർ ഏറെ പ്രയാസപ്പെട്ടു. ഇക്കഴിഞ്ഞ ജൂണിലാണ് കെ റീഷ അധ്യാപികയായി ജോലിക്ക് ചേർന്നത്. കുട്ടികൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട അധ്യാപിക. സഹപ്രവർത്തകർ പറയുന്നതും അങ്ങനെയായിരുന്നു. സ്കൂൾ കലോത്സവത്തിൽ കുട്ടികളെ അണിയിച്ചൊരുക്കാൻ ടീച്ചർ കാണിച്ച താല്പര്യവും എടുക്കും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും ഇപ്പോഴും സ്മരിക്കുകയാണ് എന്ന് തന്നെ പറയാം. കുട്ടികൾക്ക് ടീച്ചറിൻ്റെ അടുത്തിരിക്കാൻ വളരെയധികം ഇഷ്ടമാണ്. ടീച്ചറിനോടൊരു പ്രത്യേക വാത്സല്യമാണ്. അതുതന്നെയാണ് ആ മക്കളെ ഇപ്പോൾ സങ്കടത്തിലേക്ക് എത്തിക്കുന്നത്. ഒന്നും അറിയാത്ത മക്കൾ ഇപ്പോൾ ടീച്ചറിനെ ചോദിച്ച് കരയുകയാണ്. ടീച്ചർ എവിടെ പോയി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇന്നലെ അപകടമുണ്ടാക്കിയ ബസ് ഇതിനു മുൻപും ഒട്ടേറെ അപകട മരണങ്ങൾക്ക് ഇടയാക്കി കേസുണ്ട്. അപകടമുണ്ടാക്കുന്ന വിധത്തിൽ അശ്രദ്ധയോടെയും അമിത വേഗത്തിലും പായുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടി വേണമെന്നുള്ള ആവശ്യമുണ്ട്. രാവിലെയാണ് ബസ്സുകളുടെ മരണപ്പാച്ചിൽ ഉണ്ടാകുന്നത്. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിന് കാരണം അവർക്ക് നൽകിയിരിക്കുന്ന സമയക്രമം കൂടിയാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഓടിയെത്തണമെന്നുള്ള സമ്മർദ്ദം ഡ്രൈവർമാരെ അമിത വേഗത്തിൽ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന് മാറ്റം വരേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം റീഷയുടെ മൃതദേഹം ഇന്ന് രാവിലെ 9-ന് ജന്മനാടായ ഇടുമ്പയിൽ കൊണ്ടുവന്ന് പൊതുദർശനത്തിന് ശേഷം 10:30-ന് മുണ്ടോറപ്പൊയ്യലിലെ വീട്ടിലെത്തിക്കും. തുടർന്നാണ് സംസ്കാരം. ഭർത്താവ് ഓടിച്ച സ്കൂട്ടറിൽ ബസ്സിടിച്ച് അധ്യാപിക മരിച്ച വിവരം വളരെയധികം വിഷമത്തോടെയാണ് എല്ലാവരും കേൾക്കുന്നത്. സ്കൂട്ടർ ഓടിച്ച ഭർത്താവ് സുധീഷ് 41 വയസ്സുകാരന് പരിക്കേറ്റ ആശുപത്രിയിലാണ്. അദ്ദേഹം 2 മക്കളെയും കെട്ടിപ്പിടിച്ച് എന്തു പറയണമെന്നറിയാതെ പൊട്ടിക്കരയുകയാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.